അങ്ങനെ മമ്മൂട്ടിയുടെ ബസുക്ക സിനിമ കണ്ടിറങ്ങി വന്നതേ ഉള്ളൂ. എനിക്ക് ഏറ്റവും പോസിറ്റീവായ പക്ഷെ ആദ്യം പറയാം, മമ്മൂട്ടി എന്ന നടൻ തന്നെയാണ് ഏറ്റവും പോസിറ്റീവ്. പുള്ളി തിരഞ്ഞെടുത്തിൻ്റെ വേഷവും പുള്ളിയുടെ കോസ്റ്റ്യൂംസ്, സ്റ്റൈൽ, അതൊക്കെ ഡയലോഗ് ഡെലിവറി, ഇതൊക്കെ ഒരു മമ്മൂട്ടിയുടെ നടനെ ഹൈപ്പ് കയറ്റുന്ന രീതിയിലുള്ള രീതിയിൽ എല്ലാം അവതരിപ്പിച്ചേക്കുന്നത്. ബാക്കി പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അത്ര വലിയ എടുത്തു പറയാനോ അല്ലെങ്കിൽ പോസിറ്റീവ് ഒന്നും പറയാൻ തോന്നിയിട്ടില്ല. ബിജിഎമ്മും എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ തോന്നിയ സാധനം ഈ ബിജിഎം സൗണ്ട് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്തു. കൊള്ളില്ല എന്നല്ല, അത് വേറൊരു ടൈപ്പ് ഓഫ് മൂഡ് സിനിമയിൽ ഈ ബിജിഎം ഒക്കെ ഗംഭീരമാവും. പക്ഷെ ഇതിലെ പല സീനുകളിൽ, വളരെ നോർമൽ സീനുകളിൽ വരെ ബിജിഎം ഭയങ്കരമായിട്ട് കാതിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ഫീൽ വന്നു. ബിജിഎം കൊള്ളില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ വരും. വളരെ നല്ല ത്രെഡാണ്, കുറേയൊക്കെ റെഫറൻസ് എടുത്ത് നല്ല രീതി അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടൊരു പ്രസൻസ് അല്ലെങ്കിൽ നല്ലൊരു എൻഗേജിങ് ഫീൽ ഇല്ല സിനിമയിൽ. ബോറടിപ്പിച്ചു, പല സമയത്തും ബോറടിപ്പിച്ചു, ഉറങ്ങി താഴെ പോകുന്നൊരു ഫീൽ വന്നു. മമ്മൂട്ടി അതൊരു ഒറ്റ നടൻ്റെ ഒറ്റ ഒരു പോയിന്റ് വെച്ചിട്ട് ഈ പടം വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എൻ്റെ ഒപ്പം കണ്ടവരൊക്കെ കുറേ ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആദ്യം ഉണ്ടായിരുന്നൊരു വൗ ഫാക്ടർ ഒന്നും അവിടെ ഇരുന്ന് ആർക്കും ഫീൽ ചെയ്തില്ല, എനിക്കും ഫീൽ ചെയ്തില്ല. അങ്ങനെ തന്നെ എന്തായാലും കണ്ടവർ അഭിപ്രായം പറയാം.